എനിക്ക് കുറേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഡ്രസ് മേക്കോവർ ഞാനിതാ ഫൈനലി ഇവിടെ ചെയ്തിട്ടുണ്ട്. എത്രത്തോളം അടിപൊളിയാണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കണം, എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. ഓക്കെ, ഞാൻ ഫസ്റ്റ് തന്നെ ഓർഗനൈസേഴ്സാണ് സെറ്റ് ചെയ്യുന്നത്. ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റ് കളറിലുള്ള ഒരു ഓർഗനൈസറിൽ ഞാൻ കുറേ നമ്മുടെ കളേഴ്സും കാര്യങ്ങളും പേസ്റ്റൽ ഷെയ്ഡ്സ് വരുന്ന കളറും അതൊക്കെ ഞാൻ അതിൽ വെച്ചിട്ട് ഒരു സൈഡിലേക്ക് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറേ ഡിഫറെൻറ്റ് ഷേപ്പ് വരുന്ന സിസേഴ്സ് എടുക്കുന്നുണ്ട്. അത് ഞാൻ എടുക്കുന്നത് നമ്മൾ ഉണ്ടാക്കിയ ആ യെല്ലോ കളർ ഓർഗനൈസറാണ്. ഈ ഓർഗനൈസർ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ ഷോർട്സ് ആയിട്ട് പബ്ലിഷ് ചെയ്തതാണ്. ഇത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് എത്തുന്നുള്ളൂ. അപ്പം ഞാൻ ഷോർട്സ് ആയിട്ട് എല്ലാം പബ്ലിഷ് ചെയ്തിട്ടാണ്. ഞാനിതെല്ലാം ഉണ്ടാക്കാനൊന്നും വേറെ എക്സ്ട്രാ ആയിട്ട് ഉണ്ടാക്കാനൊന്നും നിന്നിട്ടില്ല. ഞാൻ തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിലാണ് ഞാൻ ഈ കത്രിക, പിന്നെ നൈഫ്, പിന്നെ പെയിൻറ്റിങ് ബ്രഷ് അതൊക്കെ ഞാൻ അതിലിട്ട് കൊടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ ഞാൻ കാണുന്ന ബ്രൗൺ കളറിലുള്ള ഓർഗനൈസറിൽ ഞാൻ പെന്നും പെൻസിലും ഹൈലൈറ്ററും എല്ലാം ഞാൻ അതിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ കാണുന്ന പർപ്പിൾ കളർ ഷെല്ല് എൻ്റെ ഫ്രണ്ട് വൈകി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അത് മാത്രമല്ല കുറേ സാധനം ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനത് മാത്രമേ കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. മറ്റുമൊക്കെ ഞാൻ വേറെയായിട്ട് കാണിക്കാം. ഈ കാണുന്ന പിക്ചർ ഹോൾഡർ ഞാൻ ഷോർട്സ് ആയിട്ട് പബ്ലിഷ് ചെയ്തതാണ്. കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനതിൽ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പം അത് ഞാൻ സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഷെല്ല് ഞാൻ സൈഡിൽ നമ്മുടെ ഓർഗനൈസറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ആ ബ്രെഡ് അതെൻ്റെ ഫ്രണ്ട് ദിയ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇത് മാത്രമല്ല അവളും എനിക്ക് കുറേ സാധനം ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒന്ന് ആ കാണുന്ന ഏർത്ത് അതൊക്കെ എനിക്ക് അവൾ തന്നതാണ്. പിന്നെ കുറേ നമ്മുടെ ബുക്കുകളും പിന്നെ നമ്മുടെ ജേർണൽ ബുക്കൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ ഒതുക്കിയിട്ടൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചു. പിന്നെ അടിയുടെ ഭാഗമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഞാൻ കുറേ ബ്ലൈൻഡ് ബാഗ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇതുവരെയായിട്ടും പബ്ലിഷ് ചെയ്തിട്ടില്ല, എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളതൊന്നും. അതൊക്കെ ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടാം. പിന്നെ ഞാൻ കുറേ സ്കെയിലും കാര്യങ്ങളെല്ലാം അതിലിട്ട് വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു എക്സാം പാഡ് പോലത്തെ ഒരു പാഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഗമ്മുകളെല്ലാം ഞാൻ താഴെയാണ് വെച്ചത്. അത് പിന്നെ നമ്മൾ ഒരു ബുക്ക് ഹോൾഡർ ആയിട്ടൊരു ചെറുതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതും ഞാൻ ഇതേപോലെ തന്നെ ഷോർട്സ് ആയിട്ട് പബ്ലിഷ് ചെയ്തതാണ്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിത് ഇട്ടേക്കുന്നത്. അത് ഞാൻ അവിടെ വെച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കിയൊരു കുഞ്ഞ് നോട്ട് പാഡ് ഉണ്ടായിരുന്നു, അതും ഞാൻ അതിൽ വെച്ചെടുക്കുന്നുണ്ട്. പിന്നെ സ്കെച്ചൊക്കെ ഞാൻ നമ്മുടെ ബ്ലൈൻഡ് ബാഗൊക്കെ വെച്ചതിലാണ് ഞാൻ വെച്ചത്. പിന്നെ നമ്മുടെ ബുക്കൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ A4 ഷീറ്റ് ഒക്കെ എൻ്റെ അടിയിൽ വെച്ച് കൊടുത്തു. പിന്നെ ആ കാണുന്ന സാധനങ്ങളുള്ള പർപ്പിൾ കളർ ഉണ്ടല്ലോ, അതും ഞാൻ അടിയിൽ തന്നെ വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഡ്രസ് മേക്കോവറിൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ കുഴപ്പമില്ലാത്ത രീതിയിലാണ് ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. അതിനിടയിൽ ഞാനൊന്ന് പുറത്ത് പോയപ്പോൾ വാങ്ങിയതാണ് ഈ കാണുന്ന ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്. അത് ഞാൻ കുറച്ച് കാലം ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തുവെച്ചാണ്. പിന്നെ കുറച്ച് വാഷിംഗ് ടേപ്പ് ഞാൻ വിചാരിച്ച ഇഡ്ഡലിയിൽ ഫൈനലി ഞാൻ ഉള്ളത് ഒന്ന് ജസ്റ്റ് വാങ്ങിച്ചതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എത്രത്തോളം ഇതാണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.